വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. പട്ടാമ്പി താലൂക്കിൽ വോട്ട് വണ്ടി പര്യടനം തുടങ്ങി. പട്ടാമ്പി താലൂക്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകരെ വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും വോട്ടിംഗ് മെഷീനുകൾ പരിചയപ്പെടുത്തുന്നതിനുമായി വോട്ട് വണ്ടി പര്യടനം തുടങ്ങി. 2 ആഴ്ചക്കാലമാണ് വോട്ട് വണ്ടി വിവിധയിടങ്ങളിൽ പര്യടനം നടത്തുന്നത്. പട്ടാമ്പി താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വോട്ട് വണ്ടി പരിപാടി നടപ്പിലാക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നിന്ന് വോട്ട് വണ്ടി പര്യടനം ആരംഭിച്ചു. തഹസിൽദാർ TG ബിന്ദു വിശദീകരണം നടത്തി. പ്രധാനമായിട്ട് മുൻകാലങ്ങളിൽ നമ്മൾ ബാലറ്റിലൂടെയാണ് തിരഞ്ഞെടുപ്പിന് നേരിട്ടിരുന്നത്. ഇപ്പോഴത് നമ്മൾ വോട്ടിംഗ് മെഷീനിലൂടെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനം? നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അറിയാം, വോട്ട് ചെയ്യുന്ന കുറേ പേര് ഇവിടെ ഉണ്ടാവും അല്ലേ? 18 വയസ്സായ ഒരാളെ എങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം, അതേപോലെ തന്നെ അതെങ്ങനെ പരിശോധിക്കാം? നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമുക്ക് നോക്കണം. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീടിൻ്റെയും അല്ലെങ്കിൽ അടുത്ത് തന്നെയാണോ നമ്മുടെ പേര്, അത് നമ്മുടെ ബൂത്ത് മാറിയിട്ടാണോ കിടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് പരിശോധിക്കാനുണ്ട്. അതേപോലെ തന്നെ വോട്ട് ചെയ്യാൻ വന്നാൽ നമുക്ക് ആ ക്യാബിൻ്റെ ഉള്ളിൽ ചെയ്തവർക്ക് അറിയാം, ക്യാബിൻ്റെ ഉള്ളിൽ ഒരു മെഷീൻ ഇരിക്കുന്നുണ്ടാവും, അത് കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ഒരു VVPAT ഉണ്ടാവും. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. പുതിയ ആളുകളെ അറിയിക്കാനും അതേപോലെ തന്നെ ഇനി അറിയുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും കൂടിയിട്ടാണ് നമ്മുടെ വോട്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, കോർഡിനേറ്റർ സുധീർ കുമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു.